ലോർഡ്, ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഞങ്ങളിവിടെ 2023 സെപ്റ്റംബർ ലാസ്റ്റാണ് ഞങ്ങൾ ഉടമ്പടി മോൾക്ക് എൻ്റെ പേര് മിനി. ഞങ്ങൾ തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് വരുന്നത്. എൻ്റെ മകൾ അലോഷ്യ ജോ. ആൾ 2023 സെപ്റ്റംബർ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി മോൾക്ക് വേണ്ടി എടുത്തത്. അവൾ പുറമെ വിദേശത്ത് MBBS പഠനം പഠിച്ചിട്ട് ഇവിടെ FMG എന്നുള്ള എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ 2019 ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്. പക്ഷേ എനിക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അവിടുന്ന് അത് റിമൂവ് ചെയ്ത് പിന്നെ യൂറിൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. അത് ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ പോകില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം സിസ്റ്റോസ്കോപ്പി എന്ന് പറയും, പിന്നെ ഡയലിറ്റേഷൻ, സിസ്റ്റോസ്കോപ്പി, അങ്ങനെ 3 പ്രാവശ്യം സിസ്റ്റോസ്കോപ്പി, പിന്നെ ഡയലിറ്റേഷൻ. അത് വേദന കാരണം ഞാൻ ചിലപ്പോൾ 2 മാസമൊക്കെ വൈകിട്ടാണ് ഞാൻ പോവുള്ളൂ. കാരണം തരിപ്പിക്കില്ല, നമുക്ക് ഓർമ്മ കെടുത്തില്ല. നമ്മുടെ കാല് ബെൽറ്റിലിട്ട് 2 കൈ നഴ്സുമാർ 2 ആൾ പിടിക്കും. 5 മിനിറ്റ് നേരത്തെ സംഭവമാണിത്. പക്ഷേ ആ വേദനയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വേദനയുടെ ശക്തിയാണ് അതിനുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, മാതാവി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വരുത്തരുത് തന്നെ. അത്രയും വേദനയാണ് എനിക്കുള്ളത്. ആ വേദന വെച്ച് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ മോള് വന്നപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ കാശുരൂപം കൊടുന്ന് ആക്ടിവേറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ മോളുടെ കൂടെ വന്ന് എൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് ഞാൻ അവിടെ വെച്ചിട്ടുള്ള മാതാവിൻ്റെ ചില്ലിൻ്റെ അവിടെ കൊണ്ടുവന്ന് കാശുരൂപം ഞാൻ വെച്ച് ആക്ടിവേറ്റ് ആക്കി. അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിന് ശേഷം എൻ്റെ തലവണയുടെ അരികെ കിടക്കണേൻ്റെ അരികത്ത് ഞാൻ എൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ കിടക്കാറ്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കാശുരൂപം വെച്ച ഭാഗത്തേക്ക് ഞാൻ തല വെച്ച് കിടക്കണ സമയത്ത് ഞാൻ എണീക്കുകയാണ്. ഒരു വെളിച്ചം കണ്ടിട്ട് ഞാൻ എണീക്കുക. ആ കാശുരൂപത്തിന് ചുറ്റും ഒരു വെള്ള വട്ടം കിടന്നിങ്ങനെ റൗണ്ട്, ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ വെള്ള വട്ടം കാണുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമയം 1:30. അപ്പോൾ എനിക്ക് തോന്നിയതാണോ നോക്കാൻ ഞാൻ ജനൽ വഴിക്കൊക്കെ വെളിച്ചം വരുന്നുണ്ടോ നോക്കിയല്ല. പിന്നെ ഞാൻ ഉറക്കത്തിലേക്ക് പോകാനുണ്ടായത്. പിന്നെ അതിന് ശേഷം ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഈ ഡയലിറ്റേഷൻ എന്നുള്ള ഒരു ഇതിന് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. അത്രയും വേദന സഹിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ മാസം പോകണം എനിക്ക്. അതിൻ്റെ പേടി എനിക്ക് ആലോചിക്കാനും കൂടി പറ്റണില്ല. അത്രമാത്രം വേദന സഹിച്ചിട്ടുള്ള അതിനെനിക്ക് മാതാവ് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം, കോടാനുകൂടി നന്ദി എനിക്ക്. അത്രയും ഇനി എൻ്റെ മോൾക്ക് ഞാൻ മൈക്കോടൊക്കെ ഞാൻ അവൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് അലോഷ്യ. ഞാനിവിടെ ആദ്യം വന്നത് സെപ്റ്റംബർ 17, 2023 വന്നത് ഉടമ്പടി എടുക്കാനായിട്ട്. എൻ്റെ ഒരു നിയോഗം FMG എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ടായിരുന്നു. FMG എക്സാമിനേഷൻ 4 മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. അതായത് ഇന്ത്യയിൽ പുറത്ത് മെഡിസിന് പഠിച്ച പിള്ളേർക്കുള്ള എക്സാമാണ്. അതൊരു വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷനാണ്. പാസിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യായിരുന്നു. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു. 6 സെറ്റ് പേപ്പർ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എക്സാമിന് ഡേറ്റ് വന്നു. ജൂലൈയിലായിരുന്നു എക്സാമിനെങ്ങാട്ട് മുൻപ് ഞാനിവിടെ വന്ന് അച്ഛന് അഡ്മിറ്റ് കാർഡ് കാണിച്ച് കാശുരൂപം കൊണ്ടുപോയി എക്സാമിന് വന്നിട്ട് പോവാണ്. എക്സാമിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോകണേ. കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എക്സാമിന് പോവാണ്. ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും എല്ലാമായിട്ട് എക്സാമിന് ഞാൻ പോയി. എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് പേപ്പർ എഴുതി, സെക്കൻഡ് പേപ്പർ എഴുതി. എനിക്ക് 2 പേപ്പറും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞതോടുകൂടി മാതാവേ നന്ദി, ഇത്രയും എനിക്ക് എളുപ്പമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പാസ്സാവും എന്നുള്ള ഇതിലാണ് ആ പ്രാവശ്യം അവിടെ നിന്ന് എക്സാമിൽ ഇറങ്ങിയത് തന്നെ. അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേൾക്കലും കാര്യങ്ങളും. അങ്ങനെ ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ റിസൾട്ട് വന്നു. ഞാൻ വളരെ കോൺഫിഡൻസിലാണ് തുറക്കുന്നത് തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് തുറന്നപ്പോൾ 150 ആയിരുന്നു പാസിങ് വേണ്ടത്. എനിക്ക് 149. അപ്പോൾ ഒരു മാർക്ക് എന്നെ വളരെയധികം ഡിപ്രസ്ഡ് ആക്കി. പിന്നീട് മാതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് വീണ്ടും പുതുക്കി കാര്യങ്ങൾ ഒന്നും കൂടി കൃത്യമായിട്ട് എല്ലാം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തു.
ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എണ്ണം അതും നന്നായിട്ട് ചെയ്തു തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ ഈ ഒരു 6 months നെക്സ്റ്റ് വരാനായിട്ട്. അതൊരു ജേണി, അത്രയും സുഖമില്ലാത്തൊരു ജേണി. വീണ്ടും 19 സബ്ജക്റ്റ് പഠിക്കണം. അത് പഠിച്ചതെല്ലാം ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് പ്രയർ റൂമിൽ പോയിട്ട് തൈലെടുത്തിട്ട് പറയും ഇങ്ങനെ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചിട്ട് പോവും. അപ്പോൾ പഠിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ടെല്ലാം ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാമിന് ഡേറ്റ് വന്നു. January 12 FMGയുടെ എക്സാമിനേഷൻ. എനിക്ക് കിട്ടിയ സ്ഥലം കോട്ടയമായിരുന്നു. ഞാനും എൻ്റെ പേരൻസും കൂടിയും പോവാണ്. ഞങ്ങളുടെ വീട്ടിലൊരു മാതാവ്, ഇവിടുത്തെ മാതാവിൻ്റെ രൂപമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആ മാതാവിനും കൊണ്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മാതാവിന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ അടുത്തിരുത്തി ഞങ്ങൾ കൊണ്ടുപോയി അങ്ങോട്ട്. അങ്ങനെ എക്സാം ഡേ വന്നു. അവിടേക്ക് പോവാണ്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുരിശ് വരച്ച് തൈലമൊക്കെ വരച്ച് ഞാൻ പോവാണ്. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എൻ്റെ കൂടെ വരണേ. കാശുരൂപവും ഉപ്പൊക്കെ ആയിട്ട് ഞാൻ പോയി എക്സാം ഹാളിൽ ഇരിക്കുവാണ്. ഇരിക്കുവാണ്. ഫസ്റ്റത്തെ എക്സാം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യനും കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, മാതാവേ നെക്സ്റ്റ് വരുന്നത് എനിക്ക് അറിയാവുന്നതായിരിക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റ്, ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. അപ്പം ഞാനൊരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് സെക്കൻഡ് പേപ്പറിന് പോകണം. അതാണെങ്കിൽ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ കയറി. ഞാനൊരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ കയറുന്നത്, ഇതെന്താവും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എക്സാമിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ ടിഷ്യൂ പേപ്പറിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം തുടങ്ങാട്ട് മുൻപ് ഞാൻ എൻ്റെ ഉപ്പ് കയ്യിൽ ഇങ്ങനെ തന്നെ പിടിച്ച് എക്സാം കഴിയണ വരെ ഞാൻ ഉപ്പ് പിടിച്ചിട്ട് മാതാവെ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് എക്സിറ്റ് ആവാണ്. 3 hours എക്സാം പേപ്പർ കഴിഞ്ഞു. ഫസ്റ്റ് പേപ്പറിനെങ്ങാട്ടും വലിയ കുഴപ്പമുണ്ടെങ്കിലും പ്രതീക്ഷിക്കാനായിട്ട് എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല. ഞാനങ്ങോട്ട് ഇറങ്ങി വളരെ ഡെസ്പായിട്ടും ഗ്ലൂമി ആയിട്ട് ഇറങ്ങുന്നത്. കാരണം എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ എല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് ഇനി ഞാൻ പറഞ്ഞു, മാതാവെ എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനി എനിക്കൊരു 6 months വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ ഞാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് 4 ജപമാല ചൊല്ലുമായിരുന്നു. കുരിശിൻ്റെ വഴിയും ഒക്കെ എത്തിക്കുമായിരുന്നു. അങ്ങനെ സൺഡേ ഞങ്ങൾ ചർച്ചിൽ പോയി വൈകുന്നേരമാണ് പോയത്. വന്നു കഴിഞ്ഞിട്ട് കുറച്ചൊരു 8:30 ആയപ്പോൾ അന്നൊട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ റിസൾട്ട് അവരിടാണ്. എനിക്ക് ഇത് തുറക്കാനായിട്ട് പറ്റണമില്ല, ഒന്നും പറയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്തപ്പോൾ പ്രാർത്ഥിക്കായിരുന്നു, മാതാവ് എന്താണെങ്കിലും ഇനി ഒരു പോസിറ്റീവ് ആണെങ്കിലും ഒരു നെഗറ്റീവ് ആണെങ്കിലും അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എനിക്ക് വേണം, അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ ലൈഫ് മൊത്തം ഈ എക്സാമിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാനും അമ്മയും ഞാൻ അടുത്തിരിക്കുകയാണ്. മാതാവ് ഞങ്ങൾ പ്രയർ റൂമിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് പറയങ്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു ഗുഡ് സ്കോർ 150 വേണ്ട സ്ഥാനത്ത് എനിക്ക് 174 തന്നിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. മാതാവ് തന്ന വിജയമാണ്. മാതാവിനോട് 1000 നന്ദി. എൻ്റെ അമ്മേനെ എന്നെ ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. ജൂലൈയിൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ തന്നെ 4 ജപമാല ചെല്ലും, 4 എണ്ണം കുരിശിൻ്റെ വഴി. ഇതൊക്കെ തുടർച്ചയായിട്ട് ഒരു 3 മണി സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉച്ചതിരിഞ്ഞിട്ട് കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജൂലൈയിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം വൈറ്റ് പേപ്പർ വന്നിട്ട് ഇങ്ങനെ പറന്ന് വന്ന് വീഴാണ്. അതിൽ ഞാൻ കണ്ട ഒരു കൈ ഇങ്ങോട്ട് വന്നു. കൈ എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ പത്തി മാത്രമാണ് കാണുന്നത്. വിരലെന്ന് പറഞ്ഞാൽ അത് പടം വരച്ചാൽ പോലും ഇങ്ങനത്തെ കൈയിൻ്റെ വിരലുകൾ നമ്മൾ കാണില്ല. ആ വിരൽ വന്നപ്പോൾ ഞാൻ ജപമാല നന്മ ചെല്ലുന്നുണ്ട്, ഈ കൈ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, എത്ര മനോഹരമായി കയ്യെന്ന് ഞാൻ പറയുന്നുമുണ്ട്. അതിൻ്റെ അറ്റത്ത് പേന പിടിക്കുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത്. പേനയില്ല കയ്യിൽ. ആ അറ്റത്തായിട്ട് ആൾ 2 എന്ന് വളരെ ഭംഗിയായിട്ട് എഴുതി. പക്ഷേ അതിൻ്റെ മുന്നിലുള്ള ആ പേപ്പർ ബ്ലാങ്കാണ്. പക്ഷെ ഞാൻ പറയാണ് 172 എന്ന് ഞാൻ പറയാണ്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾക്ക് ഇത്രയായിരിക്കും മാർക്ക്. അമ്മ ഇങ്ങനെ. അപ്പം അമ്മയ്ക്ക് ഇതന്നെ ആലോചിച്ചിരുന്നിട്ട് അമ്മയ്ക്ക് കണ്ടതായിരിക്കും. പക്ഷേ വളരെ കോൺഫിഡൻസോട് പോയിട്ട് കുട്ടി എക്സാമിന് പോയത്, പക്ഷേ അതിൽ തോറ്റു. പക്ഷേ
മാതാവിനും കർത്താവിനും കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങളെ കൂടി ചെയ്യാണ്ട്, പക്ഷെ ഞങ്ങൾ ഒന്നും കൂടി അതിൽ വാർത്തെടുത്ത് വന്ന പോലെ ഞങ്ങളുടെ ജീവിതം. പിന്നെ അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വന്നു. ആ ജൂലൈയിലത്തെ എക്സാമിനെക്കാട്ടും 2 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. 174 മാർക്കാണ് ഇവൾക്ക് പിന്നെ തന്നത്. ഇതൊക്കെ ഞാൻ കണ്ട ഞാൻ ഈ ഒരു നന്മയുടെ ഇടയിൽ നിന്ന് അടുത്ത നന്മയിലേക്കുള്ള ദൂരത്തിലേക്ക് കണ്ട കാഴ്ചയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാതാവിന്. അതേപോലെ തന്നെ റിസൾട്ട് അറിയുന്നതിന് 2 ദിവസം തേഴ്സ്ഡേ ഞാൻ വൈകുന്നേരം വളരെ വിഷമിച്ചിട്ട് കിടക്കുകയാണ്. കുട്ടിക്ക് എക്സാം ബുദ്ധിമുട്ട്, ഇനി വരുന്ന റിസൾട്ട് എങ്ങനെ ഉണ്ടാവും, ഇതൊക്കെ ആലോചന കിടക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ മണം എനിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക് പറഞ്ഞു, ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ റിസൾട്ട് വരാനായിരിക്കാം. പക്ഷേ സൺഡേ വൈകുന്നേരം ആയപ്പോഴേക്കും റിസൾട്ട് വന്നു. വളരെ ഞാനീ പറഞ്ഞ മാർക്കിൽ നിന്ന് 2 മാർക്ക് കൂടി ഗ്രേസ് മാർക്ക് കൊടുത്ത് 174 മാർക്ക് കിട്ടി. മാതാവും തിരുകുമാരനും ഞങ്ങളെ അത്രയധികം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പാലിയേറ്റീവ് കെയറിൽ കുറച്ച് വയസ്സായിട്ടുള്ള അവരുടെ നോക്കുന്ന സ്ഥലം അവിടേക്ക് ചെല്ലും. പിന്നെ ഭിന്നശേഷിയുള്ള മക്കളിനെ കുളിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ ആയിട്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ 25 ആൾ 30 ആൾക്കുള്ള ഫുഡ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അവിടെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിച്ചു. പിന്നെ പേപ്പർ കൊടുക്കണത് ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അക്രൈസറായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ടാണ് ഞാൻ എൻ്റെ മോനും ഉണ്ടാവും. ഞങ്ങൾ പോയിട്ട് പേപ്പറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് 6-8 പേപ്പർ കിട്ടും. ഞങ്ങളത് കൊണ്ടുപോയി കൊടുക്കല്. അതുപോലെ ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അല്ലാതെ വല്ല കുറേ സഹായങ്ങൾ ചെറുതും വലുതായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. അതൊക്കെ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്ന ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി.